രാവിലെ നമ്മളുടെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ AI അസിസ്റ്റൻ്റ് ഉണ്ട്, നമ്മുടെ റോബോ വാക്വം ക്ലീനർ. അവനൊരു രാവിലെ 8 മണിയാകുമ്പം ഇറങ്ങും പണിക്ക്. അതുകൊണ്ട് പണിക്കിറങ്ങി ഫുള്ള് ഒരു അറ്റത്തു നിന്ന് വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് ഒരു മൂല പോലും വിടാതെ ഫുള്ള് പൊടിയൊക്കെ എടുത്തിട്ടങ്ങ് പോകും. ശരിക്കും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം നല്ല വ്യത്യാസം ഉണ്ടാക്കാം. നമ്മൾ എത്ര തൂത്തെന്ന് പറഞ്ഞാലും നമ്മൾ തൂക്കുന്ന അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലും 2 ദിവസം 3 ദിവസം കുടിക്കുന്നതായിരിക്കും ചെറിയ പൊടികളുണ്ടാകും, നൈസായിട്ടുള്ള പൊടികൾ. അത് നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് അല്ലെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ പൊടികൾ പറന്ന് എത്ര നമ്മൾ അടച്ചിട്ട വീടാണെന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കയറും. ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങിയ ശേഷം നല്ല വ്യത്യാസം യൂസ് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ സ്വന്തം അരു, സിൽവർ അറോണയാണ്. നമ്മളതിനെ ചുരുക്കി അരു എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് എനിക്കൊന്നൊരു 2 വയസ്സാവുന്നുണ്ട്. രാവിലെ അപ്പോൾ അവന് ഫീഡ് കൊടുക്കുന്നതാണ് നമ്മുടെ അടുത്തൊരു മെയിൻ അജണ്ട. ഫീഡൊക്കെ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. ഫീഡ് കൊടുക്കുന്നതിന് വരെ ആശാൻ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും, ചിറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഫീഡ് കൊടുത്താലും ചിറയും, അതിന് കുറച്ച് കുറയും ചിറയുന്നുണ്ട്. അപ്പോൾ ഇനി ആൾക്ക് ഫീഡ് കൊടുക്കണം. ഫീഡ് നമ്മൾ ലൈവ് ഫിഷാണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കോയി ഫിഷസിനെ മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്നപ്പോൾ ഡെയിലി ഒരു ഫിഷ് വെച്ച്. ഒത്തിരി ഫീഡ് കൊടുത്താലും പ്രശ്നമാണ്. ഇപ്പോൾ ലിമിറ്റഡ് ഫീഡ്. ഈവൻ നമുക്കൊരു വെളിയിലൊക്കെ പോകണമെങ്കിൽ 2 ആഴ്ച വരെ ഫുഡ് കൊടുത്തില്ലെങ്കിലും ഇഷ്യൂസ് ഇല്ല. കുറച്ച് ഗ്രോ ആയ അരോണായതുകൊണ്ട് ഒരു 2 വീക്സ് വരെ നമുക്ക് ഫീഡ് കൊടുക്കാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഫീഡ് കുറയുന്നതിന് പ്രശ്നമില്ല, കൂടിക്കഴിഞ്ഞാൽ ഇഷ്യൂസാണ്. അത് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ ഡെത്തിലേക്ക് വരെ പോകാൻ സാധ്യത. വൊമിറ്റ് ചെയ്ത വാട്ടറിൽ അത് കിടക്കുകയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടില്ല. നൈട്രേറ്റ്സിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും എൻ്റെ വൊമിറ്റിൽ. അങ്ങനെ നമ്മൾ നേരത്തെ ഗ്രോ ചെയ്ത ഒരു 2-3 അരോണ നമുക്ക് ഡെത്തായി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ ഒരു പെറ്റിനുണ്ടെന്ന് പറഞ്ഞു. Alexa, play latest Bollywood video songs from YouTube. Searching YouTube. Alexa, play latest Bollywood songs. ലേറ്റസ്റ്റ് ബോളിവുഡ് സോങ്സ് ലാൽ പരി റെയ്ഡ് 2. നമുക്ക് അതിലൊരെണ്ണം കൊണ്ട് സെലക്ട് ചെയ്ത് രാവിലെ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ. പ്ലേ ആവുന്നില്ലല്ലോ, സ്ലോ ആണ്. നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. ഇതിൽ തന്നെ കുറേ സെലക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്ലേ ആവുമെന്ന് നോക്കാം. അങ്ങനെ വീട്ടിലെ ഷെഡ്യൂൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. വണ്ടി എടുത്തിട്ടില്ല, എന്നും ബ്ലോക്കായതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ മെട്രോയിൽ പോകും. വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ മെട്രോ എടുത്താൽ പോകും. മെട്രോ എടുക്കാൻ വേണ്ടി ഉള്ള തത്രപ്പാണ്. പക്ഷെ നല്ല കട്ട ബ്ലോക്കാണ്. മെട്രോ സ്റ്റേഷൻ വരെ എത്തിക്കഴിഞ്ഞാൽ വലിയ സീനില്ല, നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മെട്രോയിലേക്ക് എത്താനുള്ള മാർഗം നോക്കാം. മെട്രോ തന്നെയാണ് എപ്പോഴും ബെറ്റർ. കൊച്ചിയിൽ ട്രാവലിങ്ങിന് കൊച്ചി മെട്രോ തന്നെ ബെറ്റർ. നമ്മളിപ്പോൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ മാക്സിമം 8:30, 8:45 അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 11 മണി വരെ നല്ല ട്രാഫിക്കായിരിക്കും. മാക്സിമം ഞാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ മെട്രോ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ മെട്രോ എടുത്താണ് പോകുന്നത്. നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടുകയുള്ളൂ. അപ്പം മാക്സിമം ആളുകളുണ്ടെങ്കിൽ മെട്രോ, അല്ലെങ്കിൽ 2 വീലറുള്ള ആൾക്കാർക്ക് 2 വീലർ എടുത്ത് പോകുന്നതിൽ പറ്റും. ഇതാണ് നല്ല കട്ട ബ്ലോക്കാണ്. ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല.
ചങ്ങമ്പുഴ പാർക്കിന് വിലക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ ഒരു റൗണ്ട് അടിച്ച് നമ്മൾ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് അവിടുന്ന് മെല്ലെ എക്സിറ്റ് ആവാനുള്ള പരിപാടിയാണ്. എന്തായാലും ചങ്ങമ്പുഴ പാർക്ക് വഴി നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പിടിക്കാം. ഇന്നലെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇന്ന് എന്തായാലും മഴ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. രാവിലെ മഴയുടെ വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്കൊന്നൊരു ദിവസം റെസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് മഴ കാരണം.